എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂചിയിൽ നൂല് കോർക്കാൻ വേണ്ടിയിട്ടുള്ള 2 എളുപ്പ വഴികളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കണ്ണിന് കാഴ്ച കുറവുള്ളവരൊക്കെ സൂചിയിൽ നൂല് കോർക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള 2 അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ നൂലും സൂചിയൊക്കെ എടുക്കാം. നമ്മുടെ ചെറിയ സൂചി ആണെങ്കിലും വലിയ സൂചി ആണെങ്കിലും ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ തന്നെ നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയ സൂചിയാണ്. ചെറിയ സൂചി വെച്ചിട്ടും ഈ ഒരു രീതിക്ക് നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്റ്റീലിൻ്റെ നമ്മൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ കളയാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, ഈ ഒരു സ്ക്രബ്ബറാണ്. സ്ക്രബ്ബറിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ചെറിയൊരു കമ്പി കഷ്ണം ഒരു ഒത്തിരി നീളത്തിലുള്ളതൊന്ന് വെട്ടിയെടുക്കുക. ഇതേപോലെ ഒന്ന് ഒത്തിരി നീളം വേണ്ട, നമ്മുടെ ഒരു വിരലിൻ്റെ അത്രയുള്ളൊരു നീളത്തിലൊന്ന് വെട്ടിയെടുക്കുക. അതിനുശേഷം ഈ ഒരു കമ്പി 2ആയിട്ട് മടക്കിയിട്ടൊന്ന് പിരിച്ചെടുക്കണം. ഇതേപോലെ ഒന്നത് പിരിച്ചെടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കുക. കമ്പിയാണ് കൊണ്ട് തന്നെ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു രീതിക്ക് നമുക്ക് ചൂലിൻ്റെ നാരില്ലേ, ആ നാര് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ എളുപ്പം നമ്മൾ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ തന്നെയാണ്. അതാകുമ്പോൾ ഒത്തിരി മൂർച്ചയിൽ അങ്ങ് നിൽക്കും. നമ്മൾ പിരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം സൂചീൻ്റെ ഹോൾസിലൂടെ ഒന്ന് കടത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കടത്തിയിട്ടുള്ള ഭാഗം ഒന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വിടർത്തിയിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമ്മുടെ നൂല് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നൂലൊന്ന് ഇട്ട് കൊടുക്കുക. ആ നൂലൊരിത്തിരി നീളത്തിൽ മുന്നോട്ട് വലിക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ബാക്കോട്ടേക്ക് അങ്ങ് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു നൂല് സൂചി കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എത്ര ചെറിയ കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ തന്നെ ഈ ഒരു രീതിക്ക് നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കണ്ണിന് കാഴ്ചക്കുറവൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ അത്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ നെയിൽ പോളിഷാണ്. അപ്പോൾ നമ്മൾ സൂചിക്ക് നൂല് കോർക്കുമ്പോൾ ഈ നൂലിൻ്റെ അറ്റം എപ്പോഴും വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ഈ ഒരു അറ്റത്ത് കുറച്ച് നെയിൽ പോളിഷ് ആക്കി കൊടുക്കുന്നുണ്ട്. ഒത്തിരി കട്ട പിടിച്ച നെയിൽ പോളിഷ് അതിനെക്കൊണ്ട് അത്ര പെട്ടെന്ന് ആവുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കൈമലാക്കിയിട്ട് ഒന്നാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിക്ക് പറ്റത്തുള്ളൂ. ഡ്രൈ ആകുമ്പം അത് അത്യാവശ്യം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ വളഞ്ഞും തിരിഞ്ഞൊന്നും പോകാണ്ട് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അത് നേരെ സൂചീൻ്റെ ഹോൾസിലേക്ക് അങ്ങോട്ട് കൊടുത്താൽ എളുപ്പത്തിൽ തന്നെ പറ്റും കേട്ടോ. ഇത് വലിയ സൂചിയിലാണ് ഞാനിപ്പോൾ കാണിച്ചത്. അടുത്തായിട്ട് ഞാൻ ചെറിയ സൂചിയിൽ ഈ ഒരു രീതിക്ക് നൂല് കോർക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ അതാ ചെറിയ സൂചിയാണിത്. ഇതേപോലെ തന്നെ ഈ ഹോൾസിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എനിക്കിതിൽ രണ്ടിലെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ടിപ്പാണ് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്